പശ്ചിമ ബംഗാൾ ഫാൽത്ത നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണവും പ്രേക്ഷകർക്ക് അറിയാം. തത്വമേ ന്യൂസ് തന്നെ ആ വിവരങ്ങൾ പ്രേക്ഷകരുമായി തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പങ്കുവച്ചിരുന്നതാണ്. എന്നാലും ഒന്ന് ആവർത്തിക്കാം. അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിയായിരുന്ന എന്ന് വേണം പറയാൻ. കാരണം അയാൾ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന്. അതിലേക്കും വരാം. പക്ഷേ മുൻപ് സ്ഥാനാർത്ഥിയായിരുന്ന ജഹാംഗീർ ഖാൻ്റെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീന് മേൽ സെലോട്ടേപ്പ് ഒട്ടിച്ച് BJPയുടെ ചിഹ്നം മറച്ചും ആ BJPയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി അതിൽ വിരളമർത്തുന്നവരെ കണ്ടുപിടിക്കും എന്നുള്ള ഭീഷണി മുഴക്കിയും എല്ലാം വോട്ടർമാരെ ഭയപ്പെടുത്തിയിരുന്നു. നിരവധി തവണ 2 തവണ അവിടെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു വീണ്ടും പ്രത്യേകമായി തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടത്താമെന്ന്. ഒടുവിൽ അങ്ങനെ തന്നെ ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു. 9 മണിക്ക് തന്നെ കൃത്യമായി ആരംഭിച്ചു. ഇതുവരെ ശാന്തമാണ് സ്ഥിതിഗതികൾ. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഗുണ്ടായിസം എന്തായാലും ഫാൽത്തയിൽ നടക്കില്ല എന്ന് ജഹാംഗീർ ഖാൻ ഉറപ്പായി. ഈ ജഹാംഗീർ ഖാൻ ആരായിരുന്നു എന്ന് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ പ്രേക്ഷകർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പ്രത്യേകമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. എന്നാലും പുതിയതായി ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഹ്രസ്വമായി പറയുകയാണ്. ഈ ജഹാംഗീർ ഖാൻ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ട അദ്ദേഹത്തിൻ്റെ ഉസ്താദായിരുന്ന ഷെയ്ഖ് ഷാജഹാൻ എന്ന ഗുണ്ടയുടെ കീഴിൽ പണി പഠിച്ച് ഉയർന്നു വന്ന ഒരു ക്രിമിനലാണ്. ഷെയ്ഖ് ഷാജഹാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സന്ദേശ് ഖലി പോലുള്ള പ്രദേശങ്ങളിൽ ഹിന്ദു യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് തൻ്റെ അവകാശമാണെന്നുള്ള തരത്തിൽ ഒരു ക്രിമിനൽ സാമ്രാജ്യം വെച്ച് നടത്തിയിരുന്ന ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ആ പ്രദേശത്ത് വെച്ച് നടത്തിയിരുന്ന അതിന് കൃത്യമായി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും ആശീർവാദം നേടിത്തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ക്രിമിനലായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. സന്ദേശ് ഖലിയിൽ നിന്ന് ഒടുവിൽ രേഖാ പത്ര എന്ന യുവതി ധീരതയോടെ മുന്നോട്ട് വന്ന് പോലീസിന് മൊഴി നൽകി ശക്തമായ സമ്മർദ്ദം പശ്ചിമ ബംഗാൾ പോലീസിന് മേൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും ഹൈക്കോടതിയും ചെലുത്തിയതിന് ശേഷം അറസ്റ്റിലായ ഷെയ്ഖ് ഷാജഹാൻ്റെ പിൻഗാമിയായി ഫാൽത്തയിൽ വാണിരുന്ന ഒരു ഗുണ്ടയായിരുന്നു, ഒരു ജിഹാദിയായിരുന്നു ഈ ജഹാംഗീർ ഖാൻ. ഇപ്പോൾ ജിഹാദിയാണോ ഗുണ്ടയാണോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ആ ജിഹാദിസവും ഗുണ്ടായിസവും എല്ലാം അദ്ദേഹം അടക്കി വെച്ച് ഞാൻ മത്സരിക്കാനില്ല. കാരണം ഈ ഗുണ്ടായിസം കാണിക്കാതെ ജയിക്കുവാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം.